ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. ഇന്നത്തെ വീഡിയോ ബ്രേസസിന്റെ ആഫ്റ്റർ കെയറിനെ കുറിച്ചാണ്. ഹാർഡായിട്ടുള്ളത് കഴിക്കാൻ പറ്റുമോ, ചെറിയ പുളിപ്പ് ഫീൽ ചെയ്യണോ, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്ന് ഐശ്വര്യ അനൂപാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. പല്ലിന് കമ്പി ഒരുക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഇനി എന്തും കഴിക്കാലോ എന്നാണ്. പക്ഷെ നമ്മൾ ആ ഭയങ്കര ഹാർഡായിട്ടുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ പല്ലിന് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. പതിയെ നിങ്ങൾ കുറച്ചായിട്ട് കൂട്ടിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ പല്ലിന് ചുറ്റുമുള്ള എല്ലാം പുതിയതായിട്ട് രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് കേട്ടോ. ഇനി പല്ലിന്റെ പുളിപ്പും കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുന്നത് നോർമലാണ്. ഇത് ഒന്നാമത് നിങ്ങളുടെ മുത്ത് പൊട്ടിച്ച പശയൊക്കെ കളയുമ്പോൾ ആ പോളിഷ് ചെയ്തത് കാരണമായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ആ എല്ല് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് ആ ഭാഗത്തും ഉണ്ടാവാം. ഇനി മൂന്നാമതായിട്ടൊരു കാര്യം, നമ്മുടെ ഈ മുത്തൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശയുണ്ടല്ലോ, മുത്തെല്ലാം ഇളക്കി കഴിഞ്ഞാലും ഈ പശ അവിടെ തന്നെ ഇരിപ്പുണ്ടാവും. ഡോക്ടർ ഇതെല്ലാം പോളിഷ് ചെയ്ത് റിമൂവ് ചെയ്താലും ഒരു തിൻ ലെയർ അവിടെ ബാക്കി നിൽക്കാം. ഇത് ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ പല്ലിന് ചെറിയൊരു കളർ വ്യത്യാസം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ ഒന്നും കൂടി പോയി കാണുക. വീണ്ടും അത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവാവുന്നതേ ഉള്ളൂ. നാലാമതായിട്ടൊരു കാര്യം, നിങ്ങൾക്ക് റീറ്റെയിനർ ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ടല്ലോ, ആ റീറ്റെയിനർ കറക്റ്റായിട്ട് ഇടുക. ഇത്രയും നാൾ കമ്പി ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മടിയാണ് പിന്നീട് റീറ്റെയിനർ ഇടാൻ. പക്ഷെ അങ്ങനെ ചെയ്യരുത്. മിക്ക ആളുകൾക്കും വീണ്ടും പല്ല് പൊന്താനും നിര തെറ്റാനും എല്ലാം കാരണം റീറ്റെയിനർ കറക്റ്റായിട്ട് ഇടാത്തത് കൊണ്ടാണ്. റീറ്റെയിനർ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കണ്ടു നോക്കും. പല്ലിന് കമ്പി ഉയരുന്ന ദിവസം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പല്ലുകൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. കേടുള്ള പല്ലുകൾ ഉറപ്പായും അടയ്ക്കേണ്ടതാണ്. നമ്മൾ കമ്പി ഇട്ടാൽ കാരണം നമ്മുടെ പല്ലുകൾ വൃത്തിയാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അഴുക്കടിഞ്ഞുകൂടാനും മോണ വീർപ്പുണ്ടാവാനും എല്ലാം സാഹചര്യമുണ്ട്. മോണ അതുപോലെ വീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമ്പി ഊരിയ ശേഷം ഒന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം വീട്ടിൽ നല്ല രീതിയിൽ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറുന്നതാണ്. ഇനി ചിലർക്ക് കമ്പി ഊരിയ ശേഷം ഒരു വൈറ്റ് സ്പോട്ട് പോലെയും കളർ വ്യത്യാസവും എല്ലാം തന്നെ മുത്തിനു ചുറ്റുമായി കാണാം. ഇതൊന്നുകിൽ നിങ്ങൾ സ്റ്റെയിൻ ആവുന്ന ഫുഡ് കൂടുതലായിട്ട് ആ സമയത്ത് കഴിച്ചതുകൊണ്ടോ വൃത്തിയാക്കാൻ കുറച്ച് മടി കാണിച്ചതുകൊണ്ടോ ആയിരിക്കും. ചില സ്റ്റെയിൻസ് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ പോവും. പക്ഷേ ഈ വൈറ്റ് സ്പോട്ട് ആ ഭാഗത്ത് കേട് തുടങ്ങുന്നതിൻ്റെ ഒരു തുടക്കം പോലെയാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ദിവസത്തിൽ തനിയെ മാറാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.